2026 ഫിഫ ലോകകപ്പിലെ ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസിനെ തകർപ്പൻ പോരാട്ടത്തിൽ കീഴടക്കി ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന അത്യന്തം ആവേശകരമായ മത്സരത്തിൽ 4-നെതിരെ 6 ഗോളുകൾക്കാണ് ത്രീ ലയൺസ് ഫ്രഞ്ച് പടയെ തകർത്തത്. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്ന തേർഡ് പ്ലേസ് മത്സരങ്ങളിലൊന്നായി മാറിയ ഈ പോരാട്ടത്തിൽ ഹാട്രിക് തിളക്കമായി തിളങ്ങിയ ബുക്കായോ സാക്കയാണ് ഇംഗ്ലണ്ടിന്റെ വിജയശില്പി. 37, 45, 87 മിനിറ്റുകളിലായിരുന്നു സാക്കയുടെ ഹാട്രിക് നേട്ടം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഫ്രാൻസിനെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് ഇംഗ്ലണ്ട് പുറത്തെടുത്തത്. കളി തുടങ്ങി 3-ാം മിനിറ്റിൽ തന്നെ ഡീക്ലൈൻ റൈസിലൂടെ ഇംഗ്ലണ്ട് അക്കൗണ്ട് തുറന്നു. തുടർന്ന് 18-ാം മിനിറ്റിൽ എസ്രി കൊൺസയും ഇംഗ്ലണ്ടിനായി വലകുലുക്കി. ആദ്യ പകുതിയിൽ തന്നെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് മുന്നിലെത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ശക്തമായ തിരിച്ചുവരവാണ് ഫ്രാൻസ് നടത്തിയത്. സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളാണ് മത്സരത്തിൽ ഫ്രാൻസിന് പ്രതീക്ഷയേകിയത്. 48, 66 മിനിറ്റുകളിലാണ് എംബാപ്പെ ഫ്രാൻസിനായി ഗോൾ നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് ഇനി എംബാപ്പയ്ക്ക് സ്വന്തം. ബ്രാഡ്ലി ബാർക്കോളയും ഉസ്മാൻ ഡെംബേലയുമാണ് ഫ്രാൻസിനായി മറ്റു ഗോളുകൾ നേടിയത്. ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാം കൂടി ഗോൾ നേടിയതോടെ ഇംഗ്ലണ്ടിന്റെ വെങ്കല വിജയം പൂർത്തിയായി. ജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇംഗ്ലണ്ട് 3-ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്.